നമ്മുടെ ഫോണിൽ വരുന്ന കോളുകളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യണം. സാധാരണ നമ്മുടെ മൊബൈലിൻ്റെ ഡയലറിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ചില ഫോണുകളിലൊക്കെ ആ ഒരു ഓപ്ഷൻ കാണുന്നില്ല. എന്നാൽ എല്ലാ ഫോണുകളിലും ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് കോളുകളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുപോലെ തന്നെ ഒരു ഡയലറാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടുക. ആ ഡയലർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഡിഫോൾട്ട് ഫോൺ ആപ്പ് എന്ന ഭാഗം സെറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ട്രൂ ഫോൺ എന്ന ഭാഗത്ത് ആക്കി കൊടുക്കുക. നേരത്തെ ഫോണിൻ്റെ ഡയലറിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് നമ്മൾ ട്രൂ ഫോണിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇവിടെ സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി പെർമിഷൻസ് എന്ന ഭാഗത്ത് സെറ്റ് എന്ന ഭാഗം കൊടുത്തിട്ട് നമ്മൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡ്രോ ഓവർ ആപ്സ് എന്ന ഭാഗത്തും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഡയലർ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നിന്നും ഏത് കോളുകളും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സാധാരണ ഡയലർ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മളിവിടെ താഴെ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് കോൾസ് എന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കോൾ റെക്കോർഡിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എനേബിൾ കോൾ റെക്കോർഡിംഗ് എന്ന ഭാഗത്ത് എനേബിൾ ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ റെക്കോർഡ് കോൾസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളുകളാണ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്, ഇൻകമ്മിങ് കോൾസ്, ഔട്ട് ഗോയിങ് കോൾസ്, കോൺടാക്ട്സ്, അൺനോൺ നമ്പേഴ്സ്, അതായത് നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറിലുള്ള കോളുകൾ, എല്ലാ ഭാഗവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങളുടെ മൊബൈലിലേക്ക് കോൾ വരുന്നതൊക്കെ, അതായത് ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് കോൾസൊക്കെ റെക്കോർഡാകും. ഇവിടെ ഒരു മഞ്ഞ കളറിൽ എഴുതി കാണിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഡയലറിൻ്റെ അകത്തല്ല, റെക്കോർഡിങ്ങിൻ്റെ ആ ഒരു ഫോർമാറ്റ്, അതായത് റെക്കോർഡിങ്ങിൻ്റെ ആ ഡാറ്റ ഇതിൻ്റെ അകത്തല്ല ഉണ്ടാകുക. കാരണം ഇനി അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ഡയലറിൻ്റെ അകത്ത് തന്നെ നമ്മൾ കോൾ റെക്കോർഡ് ചെയ്ത എല്ലാ ഓപ്ഷനുകളും ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കോൾ റെക്കോർഡ് ചെയ്ത ആ ഡാറ്റ, ആ ഒരു വോയിസ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇത് എവിടെയാണ് ഉണ്ടാകുക എന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ, അതായത് സ്റ്റോറേജിൽ ഡാറ്റ എന്നൊരു ഫോൾഡർ ഉണ്ടാകും. ആ ഡാറ്റ എന്നൊരു ഫോൾഡറിലായിരിക്കും റെക്കോർഡ് ചെയ്ത കോളുകളൊക്കെ ഉണ്ടാകുക. അതായത് നമ്മുടെ മൊബൈലിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. മൈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡാറ്റ എന്നൊരു ഫോൾഡർ ഉണ്ടാകും. ആ ഫോൾഡറിൻ്റെ അകത്ത് നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്തതൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാകും. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് കോളും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.